ഫാസ്മേൻ എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ ഞാൻ കണ്ട ഒരു ഹെഡ്ലൈൻ, ഈ ലല്ലുമ്പി എന്ന് പറയുന്ന പരനാറി കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഹെഡ്ലൈൻ ഒന്ന് കാണണം. അവൾക്ക് ഒരു പുരുഷനിൽ ഒതുങ്ങാൻ പറ്റത്തില്ല, പലരെയും വേണം. എടാ പുന്നാര മോനെ, കല്യാണം കഴിഞ്ഞിട്ട് നീയാണോ കണ്ട പെൺപിള്ളേരുടെ പിറകെ പോയത്, അത് അവളാണോ കണ്ട പുരുഷന്മാരുടെ പിറകെ പോയത്? നീ കണ്ട പെൺപിള്ളേരുടെ പിറകെ നടന്ന് അവരെയും കൊണ്ട് കറങ്ങി സ്വന്തം പെങ്ങൾ, അതായത് കസിൻ സിസ്റ്ററിന് പോലും സെക്സ് ചാറ്റ് നടത്തിയ അല്ലവലാതി പരനാറി പിടിച്ചവനാ നീ. നിനക്ക് എന്ത് യോഗ്യതയുണ്ട് ഈ ഡയലോഗ് പറയാൻ വേണ്ടിയിട്ട്? ഇപ്പോഴും നീ കൊണ്ട് നടക്കുന്നത് കണ്ടവൻ്റെ ഭാര്യേനാണ് കേട്ടോ. ബാക്കി നിൻ്റെ ആ വൃത്തികെട്ട ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, അതെവിടെ പ്ലേ ചെയ്തുകൊണ്ട് പറഞ്ഞുതരാം. ഈ കേസ് കൊടുത്ത കാര്യത്തിൽ എന്തായാലും തീരുമാനമായല്ലോ. ഫസ്റ്റ് തെളിവുകളടക്കം ഇട്ടിട്ടുണ്ട് ഓരോന്നായിട്ട്. നിൻ്റെ പുന്നാര സഫമോളുടെയും കള്ളത്തരൊക്കെ പൊളിഞ്ഞില്ലോ, നല്ല ഒട്ടും നളയിലും വേണ്ട. മുന്നേ ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ. ഈ വീഡിയോയിൽ നിങ്ങൾ അവന്റെ മുഖം നോക്കിയാൽ മതി. ആ ന്യൂസ് ചാനലിൽ കൊടുത്തേക്കുന്ന വീഡിയോയില് അവൻ സത്യം പറഞ്ഞാൽ ചിരിക്കുവാണ്, മനസ്സിലായോ? ആ വീഡിയോ സ്നാപ്പിൽ ഏതോ ഫിൽറ്റർ ഇട്ടിട്ട് എടുത്തേക്കാണ്. ആ ചുണ്ടിന്റെ ഇത് കണ്ടറിയാം. ഓക്കെ, സ്നാപ്പിൽ എന്തോ ഫിൽറ്റർ ഇട്ടിട്ടാണ് ആ വീഡിയോ എടുത്തേക്കുന്നത് തന്നെ. അവൻ ചിരിക്കുവാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ കള്ളത്തരം കാണിക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കരുത്. എല്ലാ നായ്ക്കളുടെ എല്ലാ കള്ളവും ഞാനിന്ന് പൊളിച്ചടുക്കി കയ്യിൽ തരാം. വേണ്ടാന്ന് വെക്കുമ്പോഴത്തേക്കും വീട്ടുകാരെ ഓർത്ത് ഇവര് ഓർത്ത് വേണ്ടാന്ന് വെക്കുമ്പോഴത്തേക്കും സമ്മതിക്കുന്നില്ല. നാജിയൊക്കെ എന്താ പെർഫോമൻസ് എല്ലാം ഞാൻ ഇപ്പൊ കയ്യിലടിച്ച് ശരിയാക്കി തരാം. നമ്മളൊക്കെ ഇടി കിട്ടി ചുണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ചിരിക്കത്തില്ല. മാക്സിമം നമ്മുടെ മുഖത്തുണ്ടാകുന്ന വിഷാദമായിരിക്കും. അമ്മാവൻ ചിരിച്ചുകൊണ്ട് ഇന്നാ പിടിച്ചോന്നും പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നത്. ഓളുപ്പില്ലാത്തവൻ അവളുടെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ച് തിന്നിട്ട് അവക്കെതിരെ കേസ് കൊടുക്കാൻ കൂട്ട് നിന്നേക്കുന്നു നാറി. ഈ നിൽക്കുന്നത് നിങ്ങൾ ആലോചിച്ചാണ്. ഓക്കെ, ഇനി വീഡിയോ പ്ലേ ചെയ്യാം. അതായത് ഫെബ്രുവരി 14 കഴിഞ്ഞതിന് ശേഷം മുതൽ ഇതിലെവിടെയെങ്കിലും ഭീഷണിപ്പെടുത്തി കൊങ്ങിക്ക് പിടിച്ച് അവനോട് സംസാരിക്കുന്നുണ്ടോ? നോർമലായിട്ടാണ് സംസാരിക്കുന്നത്. ഫെബ്രുവരി 14 കഴിഞ്ഞിട്ടാണ് ഇവൻ ഡ്രൈവർ എന്നുള്ള ടാഗ് ലൈൻ ഇവന് വന്നതെന്നാണ് ഇവൻ പറയുന്നത്. ഓക്കെ, ഇതിവൻ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതാണ്. ബാക്കി കേട്ടോ. അതായത് ഈ ഡ്രൈവർ എന്ന് പറയുന്നത്, അപ്പൊ എന്റെ വൈഫ് ഡ്രൈവർ എന്ന് പറയുന്ന ചെക്കൻ ഇവനാണ്. ഇവൻ ഡ്രൈവർ ആയത് എപ്പോഴാ? അന്ന് ഞാൻ ഈ പിടിക്കുന്ന അന്ന് മുതലാണ് നീ അവളെ ഡ്രൈവർ. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, നീ വണ്ടി ഓടിച്ചായിരുന്നോ? ഡ്രൈവ് ചെയ്തായിരുന്നോ? ഊബർ ഓടിച്ചായിരുന്നോ വണ്ടിയില്? സത്യം പറഞ്ഞ എന്റെ തെളിവുണ്ട്, അതുകൊണ്ട് ചോദിച്ചത്. കള്ളം പറഞ്ഞ ഓടിയിട്ടില്ല. ഊബർ ഓടിയിട്ടില്ല. നീ ഊബർ ഓടാനല്ല വണ്ടി എടുത്തു. ഞാൻ ഊബർ ഓടാൻ വേണ്ടിയിട്ടാ വണ്ടി, പക്ഷെ ഊബർ ഓടിയിട്ടില്ല. ഞാൻ അന്ന് തന്നെ ഐശ്യു വന്നില്ല. വണ്ടി എടുത്ത് നമ്മള് അവിടുന്ന് കണ്ട് മീറ്റ് ചെയ്ത് കുറെ പ്രശ്നങ്ങളുണ്ടായില്ലേ, അന്ന് അതിന്റെ പിറ്റേ തന്നെ ഞാൻ നാട്ടിൽ പോവുക. നീ ഒന്ന് കള്ളം പറയാൻ നോക്കി. എന്റെ തെളിവുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആശ നൈസായിട്ട് ഊബർ ഓടിച്ചിട്ടില്ല. കണ്ട ഇന്റർവ്യൂല് മൊത്തം അമ്മച്ചി കയറി പറയുന്നുണ്ട്, എൻ്റെ ഊബർ ഡ്രൈവർ എൻ്റെ അടുത്ത് എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. അവിടെ ഊബർ ഡ്രൈവർ, ഇവിടെ ഊബർ ഡ്രൈവർ, എല്ലായിടത്തും ഊബർ ഡ്രൈവർ. ഇപ്പോൾ ഊബർ ഡ്രൈവർ വന്നിട്ട് പറയുന്നു ഞാൻ ഊബർ ഓടിച്ചിട്ടില്ല. പിന്നെ എന്താണ് അവിഹിത അമ്മായി ഈ ഊബർ ഡ്രൈവറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും പുറത്തു വരത്തില്ലെന്ന് വിചാരിച്ചോ അവിഹിത അമ്മായി? ഇപ്പം എന്തായി? കിട്ടിയല്ലോ. ഇപ്പം എല്ലാം കൂടെ തലയാട്ടി സമ്മതിച്ചിട്ട് സത്യമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവൾക്കെതിരെ അപ്പുറത്ത് പോയിട്ടിരുന്നിട്ട് അവരുടെ കൂടെ നിന്ന് കേസ് കൊടുക്കുന്ന ഒരു നാറി. അതാണ് ഈ നാജി എന്ന് പറയുന്നവൻ. ഇവൻ്റെ അവിഹിതത്തിന് മൊത്തം സപ്പോർട്ടായിട്ട് എസ്കോട്ട് നിന്നവനാണ് നാജി. അവസാനം എന്തായി? നാട്ടുകാർ പിടിച്ച് പൊക്കിയപ്പോൾ അവൻ തത്ത പറയുന്ന പോലെ എല്ലാം വിളിച്ചങ്ങ് പറയേണ്ടി വന്നു. എല്ലാം പറയേണ്ടി വന്ന തെളിവുകളൊക്കെ പുറത്തു വരുന്ന മനസ്സിലായപ്പോൾ ഇവനെയും കൂട്ടുപിടിച്ച് ഈ അവിഹിതം നടത്തിയ ലല്ലുമ്പിയും സഫയും കൂടെ കേസും കൊടുപ്പിച്ചു. ഉളപ്പില്ലാത്ത കുറേ എണ്ണങ്ങൾ. ഫസ്മീനയുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഫസ്മീനയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അപ്പോൾ കള്ളക്കേസ് കൊടുത്ത് കൊടുക്കാൻ നോക്കിയതാണ്. അതിൽ അവസാനം അവൾ പറയുന്നുണ്ട്, ഈ കള്ളക്കേസ് കാരണം എന്തെങ്കിലും ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അതിന് കാരണം ഈ 4 പേരാണെന്നുള്ളത്. ഇനി അലവലാതെ ലല്ലുമ്പി നാറി പട്ടി തെണ്ടി ചെറ്റയുടെ കുറച്ച് ഇന്റർവ്യൂ ഉണ്ട്, അതും കൂടെ ഒന്ന് കേൾപ്പിച്ചേര്. അത് ഇവന്റെ കൂടെ നടക്കണ ഒരാളാണ്. ഞങ്ങൾ എന്തായാലും ഒരുമിച്ചാണ് താമസിക്കുന്നത് ഒക്കെ കുറെ കാലമായിട്ട്. അപ്പോ ഇവരെ ലക്ഷ്യം ഇവനല്ലായിരുന്നു. ഇവനെ കിഡ്നാപ്പ് ചെയ്തിട്ട് എന്നിലോട്ട് എത്തുക അതായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്ത് ആലുവ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ട്
സ്റ്റേഷനിൽ നിന്ന് പോലീസിനെ കൂട്ടിയിട്ടാണ് ഞാൻ ഇവരെ അടുത്തോട്ട് പോണത്. അന്ന് പോലീസിനായിട്ട് പോയ ടൈമിൽ ഇവന്റെ കാലും കൈയൊക്കെ അടിച്ചിട്ട് ആകെ പരിക്കേൽപ്പിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റേഷൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയി, ആലോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ നേരെ വേറൊരു ഹോസ്പിറ്റലുണ്ട്, ഞാൻ നെയിം എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അവിടെ പോയിട്ട് എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിറ്റേ ദിവസം വന്നിട്ട് FIR ചെയ്ത് ഈ വിഷയത്തിന് പുറത്ത്. എക്സ്റേയും മറ്റേ കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നല്ലേ പറഞ്ഞു? പുറത്ത് വിടും മോനെ. എക്സ്റേ എടുത്തത് ഹോസ്പിറ്റലിൻ്റെ ബില്ല്. അതെന്താ ഹോസ്പിറ്റലിൻ്റെ പേര് എനിക്കറിയാത്തേ? നീ പോയ ഹോസ്പിറ്റലല്ലേ, പേര് അറിയാതിരിക്കത്തില്ലല്ലോ. എക്സ്റേ ഒക്കെ എടുത്താൽ അതിലുണ്ടാവുമല്ലോ പേരൊക്കെ. പുറത്ത് വിട, അങ്ങനെ വിടാതിരിക്കല്ലേ. ഈ ഒരു ഫ്രെയിമിലേ ഇല്ലാത്ത ഒരാളാണ് ഇവൻ ആ സഫ എന്ന് പറഞ്ഞ കുട്ടിയുടെ വണ്ടി ഓടിക്കുന്ന ആള് എന്ന് മാത്രമുള്ളൂ. അതായത് 1-ാം തീയതിയാണ് ഇവൻ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതും പോലീസിനെ വിളിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ ഈ പോലീസർ വന്ന സമയത്ത് കയ്യും കാലമൊക്കെ ഒടിഞ്ഞ് കിടക്കുകയാണെങ്കിൽ പോലീസുകാർ കേസ് എടുക്കാതെ പോവോ? എൻ്റെ അറിവിൽ പോലീസുകാർ അങ്ങനെ കേസ് എടുക്കാതെ പോകത്തില്ല. കാരണം നേരിട്ട് കണ്ട ഒരു കാര്യത്തിന് ഈ അലവലാതി നാജി എന്ന് പറയുന്നവൻ എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, കേസ് എടുക്കത്തില്ല. അല്ലാതെ സ്ഥിതിക്ക് ഇവർ കേസ് എടുക്കത്തില്ലേ? എന്തുകൊണ്ട് എടുത്തില്ല? ഇപ്പൊ സഫയുടെ ഡ്രൈവർ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ വന്നത്? അതായത് നിങ്ങൾ നേരത്തെ ഫ്രണ്ട്സ് ആയിരുന്നു? ഞങ്ങൾ നേരത്തെ ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂർ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എറണാകുളത്തോട്ട് മാറിയായിരുന്നു. ഞങ്ങളൊരു ഓൺലൈൻ ഒരു സ്റ്റോർ തുടങ്ങാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് അതിനങ്ങോട്ട് മാറിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവന് പാർട്ട് ടൈം ആയിട്ട് ഊബർ ഓടാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എന്തോ സ്റ്റോറി കണ്ടിട്ടായിട്ട് തോന്നുന്നു കോണ്ടാക്ട് ചെയ്യണേ. അങ്ങനെ ഇവർ കണക്ഷൻ ഉണ്ട്, അത്രേ ഉള്ളൂ. ഓണർ സ്റ്റാഫ് ആ ഒരു ബന്ധം, അത്രേ ഉള്ളൂ. അത് എത്ര നാളായി? കുറെ നാളായോ? അത് ഓൾമോസ്റ്റ് 3 വീക്ക് or 2 വീക്ക് അത്രേ ആയിട്ടുള്ളൂ. ഇപ്പൊ ഇത്രയും നാളായിട്ടുള്ളൂ. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് അറിയാം, സഫേനെ അറിയാം? എനിക്കറിയാൻ പാടില്ല. എനിക്ക് ഇവന് ഈ വണ്ടി എടുത്തതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ, ലൈക്ക് ഞാൻ ഒളിച്ചോടിയെന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ എന്റെ വീട്ടിലിരിക്കുക. അപ്പോഴാണ് ഇവള് പറയുന്നത് ഞാൻ ഒളിച്ചോടി എന്നിട്ട് ഫസ്മിന ആൻഡ് മാനാസ് ഇവര് വീഡിയോ ഇടും ഞാൻ ഒളിച്ചോടി എന്നിട്ട്. ആ കൊച്ചെന്നെ പിറ്റേ ദിവസം ഞാൻ ഒളിച്ചോടിയിട്ടൊന്നുമില്ല, എന്റെ വീട്ടിലാണ്ട് അവള് വീഡിയോ ഇടുകയും ചെയ്തു. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇത് കാണാണ്. അത് കണ്ടപ്പോ എന്റെ ഉമ്മാക്കൊക്കെ ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്നിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറാൻ വേണ്ടി നിൽക്കുക. അപ്പൊ മൈനാസ് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. കോണ്ടാക്ട് അല്ല, ലൈക്ക് ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചു. February 14th മെസ്സേജ് അയക്കും. ഞാൻ അവളും മുൻപ് ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ ഓന് മെസ്സേജ് അയക്കും. ഈ പ്രശ്നം നടക്കണ അന്ന് എനിക്ക് മെസ്സേജ് അയക്കണം. ഓൻ എന്തോ ഇപ്പൊ ഇന്നലെ എന്തോ ഒരു വീഡിയോ കണ്ടായിരുന്നു ഞങ്ങളൊരു ബന്ധമാണ്. February 14th ഫസ്റ്റ് മെസ്സേജ് അയക്കണം എനിക്ക് ഒരു കാര്യം പറയാണ്ട് പറഞ്ഞിട്ട്. അന്ന് കോണ്ടാക്ട് ചെയ്ത് ഇവളിന്റെ കൂടെയാണെന്ന് ചോദിച്ചു. ഞാൻ വീഡിയോ കൂടെ ചെയ്തിട്ട് കാണിച്ചു കൊടുത്താണ്. എന്റെ വീട്ടിലാണ് ഞാൻ ഇവിടെ ഇല്ലാന്ന് എന്റെ വീഡിയോ കൂടെ ചെയ്തിട്ട് കാണിച്ചു കൊടുത്താണ്. അപ്പോൾ ഈ February 14 മുമ്പുള്ള സമയത്ത് സ്നാപ്പിൽ ചാറ്റ് ചെയ്ത് നിൻ്റെ കുഞ്ഞമ്മയുടെ നായറായിട്ടാണോടാ പട്ടി? ആണോ? അങ്ങനെയാണോ നീ ചാറ്റ് ചെയ്തേ? ആ വൃത്തികെട്ടവളുടെ മറ്റേ ഫോട്ടോ വരെ അവൾ നിനക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് നീ കൂടുതൽ പ്രസംഗിക്കല്ലേ? വാ എടുത്ത കള്ളം മാത്രം പറയുന്ന ഒരുത്തൻ. കഷ്ടം. ഫസ്മിൻ്റെ അടുത്ത് പറയാനുള്ളത് വീഡിയോ ഇടുക. ഇവൻ ഈ തെണ്ടി കാരണം എത്ര പൈസ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അത്രയും പൈസ ഈ നാറീനെ യൂട്യൂബിലിട്ട് തന്നെ ഉണ്ടാക്കുക. 1 2 ഒന്നല്ലല്ലോ, കെട്ടക്കണക്കിന് നിൻ്റെ കയ്യിൽ നിന്ന് ഈ നാറി എടുത്തിട്ടില്ലേ? അതൊക്കെ ഈ നാറീനെ വെച്ച് തന്നെ ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. അങ്ങനെയെല്ലാം കുറച്ച് സമാധാനം കിട്ടട്ടെ. പിന്നെ സഫ അമ്മച്ചിയോട് പറയാനൊന്നുമില്ല. പടുകുഴി ചാടാൻ വിചാരിച്ച ആൾക്കാരുടെ അടുത്ത് പോയി പിടിച്ച് കയറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും അപ്പുറത്തെ കുഴിയാണ്ട് അതിലോട്ട് ചാടും. അതുകൊണ്ട് അവിടെ കിടക്കട്ടെ. ശരി, എന്നാൽ ഈ കള്ളക്കേസ് ഇനിയിപ്പം എന്താവോ എന്തോ. തെളിവുകളൊക്കെ പുറത്ത് വന്നല്ലോ. ഇനി നീയൊക്കെ പോയി ആത്മഹത്യ അല്ല പിന്നെ.